മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനലിനോട് ചാരം പറയുകയാണ്, പൊള്ളിയാലും നിന്നെ പൊതിഞ്ഞിരിക്കാമല്ലോ എന്ന്. അതാണ് സ്നേഹം. എന്തായാലും ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചില സ്നേഹബന്ധങ്ങളുണ്ട് അല്ലേ, അതിൽ ഒരാൾ മറ്റൊരാൾ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും, എത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും എതിരെ നിൽക്കുന്നയാൾ ചിലപ്പോൾ കളഞ്ഞിട്ട് പോകില്ല. കാരണം എന്താണെന്ന് അറിയാവോ? അത്രമേൽ ഇഷ്ടമായതുകൊണ്ട്. ചാരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്, ചാരം ഈ കനലിനെ എന്ത് ചെയ്യും? പൊതിഞ്ഞിരിക്കുന്നുണ്ട്. ഒരിക്കലും കനലിൽ നിന്ന് ചാരം മാറിപ്പോകുന്നില്ല. കാരണം എന്താ പ്രശ്നം? പൊള്ളിയാലും, എൻ്റെ ദേഹം പൊള്ളിയാലും കുഴപ്പമില്ല, എനിക്ക് നിന്നെ പൊതിഞ്ഞിരിക്കാമല്ലോ. പല സ്നേഹബന്ധങ്ങളും അങ്ങനെയാണ്. അതാണ് എതിരെ നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കാതെ പോകുന്നത്. ജീവിതത്തിൽ ഒരു കാലത്ത് മനസ്സിലാക്കും, പക്ഷേ വേണ്ട സമയത്ത് മനസ്സിലാക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കനൽ പോലെ അല്ലെങ്കിൽ ചാരം പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതവും എന്ന് തിരിച്ചറിയണം. കറക്റ്റല്ലേ? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കനലിനെ ചാരം പൊതിയും പോലെ ഒരു വ്യക്തി ചാരം പോലെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവരാണ് നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള ആൾ. നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന നമ്മുടെ അവരാണെന്ന് തിരിച്ചറിയുക. മനസ്സിലാവുന്നുണ്ടോ? അതാണ്. നമ്മൾ എത്രയൊക്കെ ആട്ടി അകറ്റിയാലും അവോയ്ഡ് ചെയ്താലും വേണ്ട എന്ന് പറഞ്ഞാലും അവർ നമ്മളെ വിട്ട് പോകുന്നില്ലെങ്കിൽ ഓർപ്പിക്കുക, അവർക്ക് നമ്മളെ അത്രമേൽ ഇഷ്ടമാണ്. നമ്മൾ അത്രയേറെ പൊള്ളിപ്പിച്ചിട്ടും അവർ വേദനിപ്പിച്ചിട്ടും അവർ നമ്മളെ വിട്ട് പോകുന്നില്ലെങ്കിൽ മനസ്സിലുറപ്പിക്കാം, അവർ നമുക്കുള്ളതാണ്, അവരേ നമുക്കുണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം. ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ. സോ ഇന്നത്തെ മധുര നാരങ്ങ അവസാനിക്കുന്നു. മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി വീണ്ടും കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഗന്ധത്തിനെയും നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ്. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈവ് UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.